സമയത്ത് ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുവാൻ കർത്താവ് എന്റെ ജീവിതത്തിൽ ഒരു നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന് മഹത്വം കരയിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഇന്നത്തെ മീറ്റിംഗിൽ എനിക്ക് വചനം സംസാരിക്കാൻ ഇപ്രകാരം ഒരു അവസരം ഒരുക്കിയ അലക്സ് അച്ഛൻ്റെ അടുത്ത് ഇതിന്റെ ഭാരവാഹികൾ, അത് ഞാനും അതിന്റെ ഭാഗമാണ് എങ്കിലും ഇപ്രകാരം ഒരു സെലക്ഷൻ, ഒരു അവസരം നൽകാൻ ആ, കാരണമായി തീർന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്ന് പ്രാർത്ഥിച്ച് യോഗം ആരംഭിച്ച രാജു തോമസ് അച്ഛൻ, ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പാസ്റ്റർ റെജി പ്രാപ്പച്ചൻ അവർകൾ, ഗാന ശുശ്രൂഷയും നമ്മൾ ലീഡ് ചെയ്ത ബാബു രാജകുമാരി അച്ഛൻ, എല്ലാ സുമുഖങ്ങളെയും എല്ലാ പരിചിതമായ മുഖങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരുടെയും പേര് ഞാൻ ഇപ്പോൾ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ചെറിയ വേദഭാഗ ശകലത്തിൽ നിന്ന് അടിയന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രികാലം വചനത്തിൽ നിന്നും കൂടി സംസാരിപ്പാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രതീക്ഷയോടെ ആവേശത്തോടെ ആകാംക്ഷയോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടും. നമ്മുടെ ആത്മാവ് സ്തോത്രം, നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ നന്നായിട്ട് അറിയുന്ന ഒരു നല്ല ദൈവത്തിന്റെ മുമ്പാകെയാണ് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ എങ്ങനെയെന്നല്ല, ആയിരിക്കുന്ന പ്ലാറ്റ്ഫോം എങ്ങനെയെന്നല്ല, പക്ഷേ ആയിരിക്കുന്ന സമയത്ത് നമ്മളായിരിക്കുന്ന ചിന്ത, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോടുള്ള ചേർന്നുള്ള ഒരു മനോഭാവത്തിലാണ് ആയിരിക്കുന്നതെങ്കിൽ കർത്താവ് നമ്മോട് ഇടപെടുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നു. ഞാൻ വേഗത്തിൽ വചന ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. സ്തോത്രം. ഒരു പ്രവചന ഭാഗത്ത് നിന്നാണ് ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ തന്നെ അത് വായിച്ച് കേൾപ്പിക്കാം. സെക്കരിയ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള ചില വാക്യങ്ങൾ. സെക്കരിയ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 1-ാമത് അധ്യായം അതിന്റെ 18 മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ അത് വായിക്കാം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ് കണ്ടു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഇവ എന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ എന്നോട്, ഇവ യഹൂദായെയും ഇസ്രായേലിനെയും യെരൂശലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകൾ എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ എനിക്ക് 4 കൊല്ലന്മാരെ കാണിച്ചു തന്നു. ഇവർ എന്ത് ചെയ്യുവാൻ വന്നിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു. ആരും തല ഉയർത്താതെ വണ്ണം യഹൂദായെ ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളാകുന്നു അവ. ഇവരോ യഹൂദാദേശത്ത് ചിതറിച്ചു കളയേണ്ടതിന് കൊമ്പുയർത്തിയ ജാതികളുടെ കൊമ്പുകളെ തള്ളിയിട്ട് അവരെ പേടിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. സാധാരണയായിട്ട് ഒരുപാട് തവണ നമ്മൾ വായിച്ചിട്ടുള്ള ഒരു വേദഭാഗമായിരിക്കും. സെക്കരിയ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒരു ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെടുന്ന ഒരു പുസ്തകത്തിലെ ഒരു വാക്യമാണ്, കുറച്ച് വാക്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഇന്ന് വായിച്ച് കേൾപ്പിച്ചത്. ഇതും എന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി എങ്ങനെയാണ് ഞാൻ പറയുന്നതെന്ന് ഞാൻ സ്തോത്രം എന്റെ ഹൃദയത്തിനകത്ത് എന്റെ അനുഭവവുമായി ബന്ധപ്പെടുത്തി ആ അനുഭവത്തെ ഒന്ന് പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. സെക്കരിയ പ്രവാചകനെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു പ്രവാചകനും കൂടിയാണ്. ഒത്തിരി പാരമ്പര്യമൊന്നും വേദപുസ്തകത്തിനകത്തു നിന്ന് അദ്ദേഹത്തെ കുറിച്ച് കാണുവാനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. പഴയ നിയമത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏതാണ്ട് 29-ലധികം സെക്കരിയാവിൻ എന്നുള്ള പേരുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തനായ ഒരു മനുഷ്യനെയാണ് നമുക്ക് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതാണ്ട് 8 രാത്രി ദർശനങ്ങൾ സെക്കരിയ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് താൻ ദർശിച്ച ദർശനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ചില പ്രവചന ശബ്ദങ്ങൾ കാണാൻ കഴിയും. ചില ഉപദേശങ്ങളെ കാണാൻ കഴിയും, ഒരു സന്ദേശങ്ങളെ കാണാൻ കഴിയും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ 2-ാമത്തെ രാത്രി ദർശനം എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്ത ഉപകാരത്തെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. 2 കാര്യങ്ങളാണ് ഈ വേദഭാഗത്തിനകത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, കൊമ്പുകളെ കുറിച്ച് കാണാൻ കഴിയും. 4 കൊമ്പുകളെ കുറിച്ച് കാണാൻ കഴിയും. അതിന്റെ അടുത്ത വാക്യങ്ങളിൽ നമുക്ക് 4 കൊല്ലന്മാരെ കുറിച്ചും കാണാൻ കഴിയും. സാധാരണയായിട്ട് മനസ്സിലാക്കുന്ന ഭാഷയിൽ ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, കൊമ്പ് എന്ന് പറയുന്നത് നമുക്ക് ശക്തിയെ സൂചിപ്പിക്കാം. അല്ലെങ്കിൽ ശക്തി എന്നുള്ള ഒരു പദത്തെ മാത്രമല്ല, ഒരു അധികാരത്തെ നമുക്ക് കൊമ്പിനെ സൂചിപ്പിക്കാം. പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് സ്ഥലത്തിൽ നിൽക്കുന്ന ഒരു പദമാണ് ഈ കൊല്ലന്മാർ എന്ന് പറയുന്നത്. നമ്മുടെ പാട്ടുകളിൽ നമ്മൾ പാടുന്നത് പോലെ തന്നെ, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം കരുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് നമ്മൾ പാടുന്നത് പോലെ തന്നെയാണ് ഇവിടെ പ്രതിസന്ധികൾ കാണുമ്പോഴും അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ദൈവം ഒരു പ്രതിവിധി കൂടെ കാണുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും.
ഞാൻ അതിന്റെ പശ്ചാത്തലങ്ങളൊന്നും പറഞ്ഞു പോകുന്നില്ല. വേദ പണ്ഡിതന്മാർ ഒത്തിരി അഭിപ്രായങ്ങൾ അതിനകത്തൊന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്കത് ആവശ്യമില്ല. പക്ഷെ ആ സ്ഥലങ്ങളുടെ ആ ചിതറിച്ച് കളഞ്ഞ ആ കൊമ്പുകൾ വന്ന് ചിതറിച്ച് കളഞ്ഞ ആ പ്രത്യേക ആ സ്ഥലങ്ങളുടെ നാമങ്ങളുടെ അർത്ഥത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒത്തിരി അഭിപ്രായങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചിന്തകൾ ഒരുപക്ഷെ ഇന്നത്തെ ചിന്തയോടുള്ളപ്പോ ഒത്ത് ചേർന്ന് വരികയില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. 4 കൊമ്പുകൾ എന്ന് പറയുന്നത് 4 രാഷ്ട്രങ്ങളെ കുറിച്ച് പറയുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. ബാബിലോണിയൻ സാമ്രാജ്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മേദ്യ പാർശ്യ സാമ്രാജ്യത്തെക്കുറിച്ച്, ഗ്രീക്ക് സാമ്രാജ്യത്തെക്കുറിച്ച്, റോമ സാമ്രാജ്യത്തെ കുറിച്ചൊക്കെയാണ് ഈ കൊമ്പുകളെ കുറിച്ച് പറയുന്നു എന്ന് പറയുന്ന ചില വേദ പണ്ഡിതന്മാരുടെ വാക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. മാത്രമല്ല, ചിലർ പറയുന്നുണ്ട് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ പറയുന്ന ആ വാള്, ക്ഷാമം, യുദ്ധം, മഹാമാരി എന്നുള്ള ചില പ്രതികൂലങ്ങളെയാണ് കാണിക്കുന്നതെന്ന്. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, യഹൂദയെ അല്ലെങ്കിൽ ഇസ്രായേലിനെ, യെരുശലേമിനെ തകർക്കുവാൻ ദൈവത്തിന്റെ രാഷ്ട്രമെന്നറിയപ്പെടുന്ന, ദൈവത്തിന്റെ ജനമെന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക തലത്തെ തകർക്കുവാനായി ഉയർന്നു വന്ന കൊമ്പുകളുടെ ആധിപത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടിയന്റെ ജീവിതത്തേക്ക് ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ഒന്ന് രണ്ട് പദങ്ങൾ ആ വാക്യത്തിനകത്തൊന്ന് എടുത്തു പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ അത് സാവകാശം പറയുന്നതായിരിക്കും. പ്രധാനമായിട്ട് അവിടെ പറയുന്ന ചിന്ത ഇങ്ങനെയാണ്: ആരെയൊക്കെയാണ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കൊമ്പുകൾ ഉയർന്നു വന്നത്? വേദപുസ്തകത്തിൽ അതിന്റെ 18-ാമത്തെ വാക്യത്തിനകത്ത് 4 കൊമ്പിനെ കുറിച്ച് പറയുന്നു. 19-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു യഹൂദയെ, ഇസ്രായേലിനെ, യെരുശലേമിനെ. ഈ 3 പദങ്ങൾ മാത്രം ഞാൻ എടുത്ത് ഇന്ന് രാത്രിയിൽ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. 3 പദങ്ങൾ: യഹൂദ, ഇസ്രായേൽ, യെരുശലേം. ഈ 3 ജാതീയമായ ശക്തികൾ ഈ 3 ദേശങ്ങളെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്താ യഹൂദ എന്ന് പറയുന്നത്? ഞാൻ അതിന്റെ അർത്ഥം മാത്രം എടുത്തു പറയാം. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം എന്ന സ്തുതിയാണ്. ദ പ്രൈസ് ഓഫ് ഗോഡ്. ദൈവത്തോട് സ്തുതി അർപ്പിക്കുക, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഒരു ബന്ധത്തെ പുലർത്തുന്ന, ഒരു ആത്മീക ബന്ധത്തെ പുലർത്തുന്ന, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി എങ്ങനെ പറയും? ഞാൻ എന്റെ ജീവിതത്തെ ഇന്ന് ഞാൻ രാത്രികാലം ചെറുതായിട്ടൊന്ന് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. എന്റെ നല്ല യൗവന കാലത്തിലാണ് ഞാൻ ഒരു രോഗിയായിട്ട് മാറപ്പെടുന്നത്. നിങ്ങൾക്ക് പരിചിതമായി എന്റെ അനുഭവ സാക്ഷ്യങ്ങൾ അറിയാവുന്ന പലരും ഇതിനകത്തുണ്ട്. എങ്കിലും എന്റെ അനുഭവ സാക്ഷ്യത്തെ ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞിട്ട് വേദഭാഗവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. എന്റെ ജീവിതത്തിനകത്ത് ഞാൻ നന്നായിട്ട് ജീവിച്ച വ്യക്തിയാണ്. വലിയ പ്രശ്നങ്ങളോ ഭാരങ്ങളോ ഒന്നും ഇല്ലാതെ വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം +2 പഠിക്കുമ്പോഴാണ് വേഗത്തിൽ എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്. തുടർന്ന് പരിശോധനയിൽ ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ എന്റെ കിഡ്നി രണ്ടും ഫെയിലിയർ ആയി എന്ന് കേൾക്കുവാൻ ഇടയായി തീർന്നത്. ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്റെ പിതാവ് ഒരു ശുശ്രൂഷകനാണ്, സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയ മനുഷ്യനാണ്. എന്റെ 60 വരുന്ന പ്രായമൊക്കെയും ഞാൻ പാസ്നേജിലാണ് കഴിയുന്നത്. ദൈവവുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്ന് പറയുന്നവർ, അനേകരുടെ ജീവിതത്തിനകത്തെ ആത്മീകമായിട്ടുള്ള ഉദ്ധാരണത്തിനും ഭാരങ്ങൾക്കും പ്രയാസങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരു മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. പക്ഷേ നമ്മുടെ ജീവിതത്തിനകത്ത് വന്ന പ്രതിസന്ധികൾ, രോഗങ്ങൾ, പലപ്പോഴും പല ചോദ്യങ്ങൾ നമുക്കെതിരെ ഉയർത്തുവാൻ ഇടയായി തീർന്നു. ദൈവത്തെ ആരാധിച്ചിട്ട്, ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട്, ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രയാസങ്ങൾ വന്നത്? +2 പഠിക്കുമ്പോഴാണ് എന്റെ കിഡ്നി രണ്ടും ഫെയിൽഡ് ആയിട്ട് ഏതാണ്ട് 2.5 വർഷക്കാലം ഡയാലിസിസ് ചെയ്തു. എന്നെ കേൾക്കുന്ന ചിലർക്കെങ്കിലും അതിനെക്കുറിച്ചുള്ള ആഴമായ കാര്യങ്ങൾ അറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്റെ ശരീരത്തിൽ 2 കിഡ്നിയുടെ പ്രവർത്തനം നിലച്ചപ്പോൾ അതിന്റെ പ്രവർത്തനം ഒരു മിഷനിലൂടെ ചെയ്യുന്ന ഡയാലിസിസ് എന്ന് പറയുന്നത്, ഞാൻ അത് ചെയ്യാൻ ആരംഭിച്ചു. ഏതാണ്ട് 257 ഡയാലിസിസ്, ഹീമോ ഡയാലിസിസ് എന്റെ ശരീരത്തിനകത്ത് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 9 പെരിട്ടോണിയ ഡയാലിസിസ് എന്റെ ശരീരത്തിനകത്ത് ചെയ്തിട്ടുണ്ട്. ദീർഘകാലം സങ്കടങ്ങളിലൂടെ, ദുഃഖത്തിലൂടെ കടന്നുപോയ ചില തിഷ്ടമായ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിനകത്തേക്ക് ആഴ്ന്നിറങ്ങിയ നല്ലൊരു യൗവനകാലം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മീയതയുടെ മൂർത്തിഭാവത്തിൽ നിൽക്കുമ്പോഴും, ദൈവത്തിന്റെ മക്കളെന്ന് പറഞ്ഞ് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് വേദപുസ്തകം എടുത്ത് ദൈവത്തിന്റെ നാമത്തെ ഉയർത്താൻ ഇറങ്ങുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരും എന്ന് ഒരിക്കലും മറന്നു കളയരുത്. പക്ഷേ അതിന്റെ നടുവിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഉയർത്തിക്കൊണ്ടുവരുന്ന, വിടുവിക്കുന്ന, അതിശക്തമായ രീതിയിൽ അവരുടെ ജീവിതത്തിൽ
ജീവിതത്തെ മടക്കി വരുത്തുന്ന ഒരു നല്ല ദൈവമുണ്ട് എന്ന് ഒരിക്കലും പറയാതിരിക്കാൻ എനിക്ക് കഴിയത്തില്ല. എന്റെ ജീവിതത്തെ മാറ്റിയ ഒരു നല്ല ദൈവമുണ്ട്. എന്താണ് ഈ വാക്കിനോടുള്ള അർത്ഥത്തിൽ ഞാൻ പറയാൻ കഴിയുന്നത്? ദൈവത്തെ സ്തുതിക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കുമ്പോഴും ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചേക്കാം. പക്ഷേ അതിനെ തകർക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു പരിഹാരവും കരുതിയിട്ടുണ്ട് എന്ന് നമ്മൾ മറന്നു കളയരുത്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്, സഹായിക്കുന്ന അനേകരുണ്ട്. അവരുടെ സഹായങ്ങൾക്ക് അപ്പുറമായിട്ട് നമ്മളെ കരുതുന്ന ഒരു നല്ല ദൈവം സ്വർഗത്തിൽ ഉണ്ട് എന്ന് മറന്നു കളയരുത്. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, ഈ കൊമ്പ് ഉയർന്നു വന്നത് ആർക്കെതിരെയാണ്? ഒന്നാമതായി പറയുന്നു, പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ സ്തുതിക്കുന്ന യഹൂദയ്ക്കെതിരായി. രണ്ടാമത്തെ കാര്യത്തിലേക്ക്, ഇസ്രായേൽ. എന്താ ഇസ്രായേൽ എന്ന പദത്തിന്റെ അർത്ഥം? ഹു പ്രിവെയിൽസ് വിത്ത് ഗോഡ്, ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് വിളിക്കപ്പെട്ട ഒരു പദത്തിന്റെ അർത്ഥമാണ് അത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇസ്രായേൽ ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ജനമാണ്. ഞാൻ ഇന്ന് രാത്രിയിൽ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴും ദൈവത്തിന്റെ മക്കൾ എന്ന പേര് ഉണ്ടാകുമ്പോഴും ജീവിതത്തിൽ പരാജയങ്ങൾ, നഷ്ടങ്ങൾ ഒരു പക്ഷേ വന്നേക്കാം. നിങ്ങൾക്കറിയാമോ, +2 ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ലോകത്തിന് അടിമയായി എക്സാം എഴുതാൻ കഴിയാതെ എന്റെ വിദ്യാഭ്യാസം ഞാൻ അവസാനിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. 2019 ഞാൻ എന്റെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. പക്ഷേ ദൈവത്തിന്റെ കരുതൽ നിങ്ങൾ കേൾക്കണം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ ജനത്തെ മാനിക്കുന്ന ഒരു വിധമുണ്ട്. ഞാൻ വേദപുസ്തകം പഠിക്കുവാൻ താല്പര്യപ്പെട്ട് ഏതാണ്ട് അസുഖം വന്ന് 5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വേദപഠനശാലയിലേക്ക് പോയി. അപ്പൊ പറഞ്ഞു, എനിക്ക് +2 പാസ്സാകാതെ ഒരിക്കലും അഡ്മിഷൻ തരത്തില്ല. അത് കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് ഭാരം തോന്നിയെങ്കിലും ഞാൻ പഠിച്ച +2 ഏതാണ്ട് 5 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും, സ്തോത്രം, അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്ത +2 കോഴ്സ് 5 വർഷത്തിന് ശേഷം ഞാൻ പരീക്ഷ എഴുതി. കർത്താവ് ഒരു വിഷയത്തിന് പോലും പരാജിതനാക്കാതെ 70% മാർക്കോടെ പാസ്സാകുവാൻ ഇടയായിത്തീർന്നു. ഞാൻ എന്റെ നേട്ടങ്ങളെ ഞാൻ എണ്ണി എണ്ണി പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ പരാജയം വരും, പക്ഷേ അതിന്റെ നടുവിൽ ദൈവം പരിഹാരം ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിന്റെ ജനം ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ ദൈവത്തിൽ നിന്ന് അല്പം അകലുമ്പോൾ, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ച ദൈവത്തിന്റെ എക്സ്പെക്ടേഷൻ നമ്മളിൽ നിന്ന് നിവൃത്തിയാകാതെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവം മടക്കി വരുത്താനായിട്ട് ചില ബാലശിക്ഷകൾ നൽകാറുണ്ട്. എന്താ പഴയ നിയമം, ഹിസ്റ്ററി ഓഫ് ഇസ്രായേലിന്റെ ചരിത്രം എന്താണ് പഠിപ്പിക്കുന്നത്? ഒത്തിരി പ്രതിശോധനകൾ, ഒത്തിരി പരിശോധനകൾ, പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ജനമാണ് ദൈവത്തിന്റെ ജനം. പക്ഷേ ദൈവം അവരെ അടിമമുഖത്തിലേക്ക് അയക്കുമ്പോഴും മടക്കി വരുത്തുവാനുള്ള ഒരു പദ്ധതിയും കൂടെ ദൈവം കരുതിയിട്ടുണ്ടാകും. ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇസ്രായേലാണോ, ദൈവത്തിന്റെ ജനമെന്ന് പേര് കേട്ടവരാണോ? നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നേക്കാം, ഭാരങ്ങൾ വന്നേക്കാം, പക്ഷേ അതിൽ നിന്ന് മടക്കി വരുത്തുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. യഹൂദ ജനം അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ പ്രവാസത്തിലേക്ക് കടന്നു പോയപ്പോൾ അവിടെ ആയിരുന്ന സാഹചര്യങ്ങൾ, അവർ പറഞ്ഞ അവസ്ഥകൾ എന്ന് പറയുന്നത്, അവിടെ പാട്ടുകളിലൂടെ, സങ്കീർത്തനങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരിക്കലും ഒരു മടങ്ങി വരവ് പ്രതീക്ഷിക്കാത്ത, പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു ജനത്തിന്റെ ചില അവസ്ഥകൾ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ അവരെ മടക്കി വരുത്തിയപ്പോൾ അവർ സ്വപ്നം കാണുന്നവരെ പോലെ. എന്തുകൊണ്ട് അങ്ങനെ പാടുവാനുള്ള കാരണം? ഒരിക്കലും നടക്കത്തില്ല, ഒരിക്കലും ഞാൻ മടങ്ങി വരത്തില്ല, ജീവിതത്തിലേക്ക് തിരികെ വരത്തില്ല, എന്റെ നഷ്ടപ്പെട്ട വിദ്യാഭ്യാസം തിരികെ എടുക്കാൻ പറ്റത്തില്ല, നഷ്ടപ്പെട്ട ജോലി തിരികെ എടുക്കാൻ പറ്റത്തില്ല, നഷ്ടപ്പെട്ട ആരോഗ്യം തിരികെ എടുക്കാൻ പറ്റത്തില്ല എന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇടത്ത്, അതേ സ്ഥലത്ത് നിന്ന് തന്നെ കർത്താവ് നമ്മെ മടക്കിക്കൊണ്ടുവരെ പദ്ധതി ഒരുക്കുന്നുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുമെങ്കിൽ ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കുവാനായിട്ട് ഇടയായി തീരും. ഞാൻ മൂന്നാമത്തെ കാര്യത്തിലേക്ക് വേഗത്തിൽ പോകുന്നു. മൂന്നാമത് ഇങ്ങനെ കാണുന്നു, യെരുശലേം. എന്താണ് യെരുശലേം? യെരുശലേം എന്ന വാക്കിന്റെ അർത്ഥം സിറ്റി ഓഫ് പീസ്, സമാധാനത്തിന്റെ നഗരം. സമാധാനത്തിന്റെ നഗരത്തെ നശിപ്പിക്കാനായി ഉയർന്നു വരുന്ന കൊമ്പിന്റെ ശക്തിയെ നമുക്ക് കാണാൻ കഴിയും. എന്താ സമാധാനം? നമ്മുടെ യേശുക്രിസ്തു ഈ ലോകത്ത് നിന്ന് മാറുമ്പോൾ, ഈ ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്ത് പുനരുത്ഥാനത്തിന്റെ ശക്തി ലഭിച്ചു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, മറ്റൊരു ലോകത്തേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു എന്ന് പറഞ്ഞ അരിമനാഥന്റെ നല്ല വാക്കുകൾ. എന്താണ് സമാധാനം? അത് ഈ ലോകം നൽകുന്നത് പോലെയുള്ള സമാധാനമല്ല. പക്ഷെ പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത് സമാധാനത്തേക്ക് എടുത്തുക. എങ്ങനെയാ സമാധാനത്തേക്ക് എടുത്തുക? രോഗത്തെ കടത്തിവിട്ട സമാധാനം കെട്ടുപോകും. എന്റെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് 1-2 കാര്യം വേഗത്തിൽ പറയാം. എന്റെ പിതാവ് സുവിശേഷ വേലയിലായിരുന്നു എന്ന് കേൾപ്പാനിടയായല്ലോ, ഞാൻ തുടക്കത്തിലെ പറഞ്ഞു. പക്ഷെ ചില നാളുകൾ കഴിഞ്ഞ് എന്റെ അസുഖം മൂർച്ഛിച്ചപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി വരികയില്ല എന്നുള്ളൊരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ണാലെ കണ്ടപ്പോൾ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് യാത്രകൾ പലതും, നമ്മുടെ പാദങ്ങൾ പലതും തെറ്റിപ്പോകുവാനിടയത്ത്. സുവിശേഷ വേലയിൽ എന്റെ പിതാവിന്റെ
സുവിശേഷ മേഖലയിൽ സുവിശേഷ വേലയുടെ മേഖലകളിൽ ചില അധപതനങ്ങൾ നടക്കുവാൻ, പുറകോട്ട് പോകുവാൻ, എന്താ പറയുന്ന മാനസികമായി തളർന്ന അനുഭവങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഒത്തിരി നിന്ദകൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കൊരു വിടുതലില്ല എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് വിടുതൽ കിട്ടുക എന്നുള്ള ചില ചോദ്യങ്ങൾ, ഇത്രയൊക്കെ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റമില്ല, ദൈവം നിങ്ങളെ കാണുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ തകർത്ത് കളഞ്ഞപ്പോഴും ദൈവത്തിന്റെ സമാധാനം ഞങ്ങളെ നിലനിർത്തി. ഇന്ന് പറയാം, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന്റെ ജനത്തെ, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിന്റെ മക്കളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. മാത്രമല്ല, അസമാധാനത്തിലൂടെ കടന്നു പോകുമ്പോൾ, രോഗത്തിന്റെ താഴ്വരയിൽ ഭാരത്തിലൂടെ മരണത്തെ മുഖാമുഖമായി കാണുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്താണ് ഈ ഈ സമാധാനക്കേടിന്റെ കാരണം? നമ്മുടെ ലോകത്തിലേക്ക് നോക്ക്. ഇപ്പോൾ തന്നെ വിജയങ്ങൾ ഒത്തിരി കീഴടക്കിയ യുവ വിദ്യാർത്ഥിനികളെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്നത്തെ കാലഘട്ടത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയവർ അവിടെ കൂടെയുണ്ട്. കുടുംബത്തിനകത്തെ സമാധാനം കെടുത്തി കളയാൻ ഒരു ചെറിയ പരാജയം മതി എന്ന് ഈ നാളുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെറിയൊരു രോഗം വന്നാൽ മതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു സാമ്പത്തികമായ ബാധ്യത വന്നാൽ മതി എന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ദൈവത്തിന്റെ പദ്ധതിയെ തകർത്ത് കളയുവാൻ ഒരു കൊമ്പിന്റെ ശക്തിക്കും കഴിയത്തില്ല, ഒരു സാമ്രാജ്യ ശക്തികൾക്കും കഴിയത്തില്ല എന്നുള്ള ഒരു തെളിവാണ് ഈ പുസ്തകത്തിലൂടെ, പ്രവചന ശബ്ദത്തിലൂടെ സെക്കരിയ പ്രവാചകൻ ദൈവത്തിന്റെ ദൂത് കേട്ടിട്ട് വിളിച്ചു പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിഹാരം വരുത്തുവാൻ വേണ്ടി ദൈവം കൊല്ലന്മാരെയും കരുതിയിട്ടുണ്ട്. എന്താ കൊല്ലന്മാര്? കൊമ്പുകളെ ഛേദിച്ച് കളയുവാൻ, നിങ്ങളുടെ സമാധാനത്തെ കെടുത്തി കളയുന്ന, സന്തോഷത്തെ കെടുത്തി കളയുന്ന, ആത്മീകമായിട്ടുള്ള അന്തരീക്ഷത്തെ കെടുത്തി കളയുന്ന, ദൈവികമായിട്ടുള്ള ഇടപെടലിനെ അനുഭവിക്കാൻ കഴിയാതെ പിറകോട്ട് വലിക്കുന്ന മണ്ഡലങ്ങളെ കെടുത്തി കളയുന്ന എല്ലാവിധമായിട്ടുള്ള ശക്തികളിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് നൽകുന്ന ഒരു പ്രതിവിധിയാണ് കൊല്ലന്മാർ എന്ന് പറയുന്നത്. അതിന്റെ അവസാന വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നിങ്ങളെ ചിതറിച്ച് കളയുക. എന്താ ചിതറിച്ച് കളക? ഈ വാട്ടർ മെലനൊക്കെ, തണ്ണിമത്തനൊക്കെ ഒന്ന് തറയിലേക്ക് എടുത്ത് എറിഞ്ഞു നോക്കണം, അത് ചിതറിപ്പോയപ്പോൾ ഞാൻ ഒരിക്കലും ചേർത്തെടുക്കാൻ കഴിയത്തില്ല, അത്രമാത്രം ചന്നാഭിന്നമാകുന്നു. ചില കുടുംബങ്ങളുടെ അവസ്ഥകൾ അങ്ങനെയല്ലേ? ചിലരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ അങ്ങനെയല്ലേ? ഒരിക്കലും തിരികെ ചേർക്കാൻ പറ്റുകയില്ല എന്ന് ചിന്തിക്കുന്ന മണ്ഡലങ്ങൾ. പക്ഷെ ആത്മാവ് ദർശിക്കുന്ന ഒരു ദർശനമുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് വിധമായിട്ടുള്ള ചിതറിപ്പോയ അവസ്ഥകളിലെയും അതിനെ ഒന്നിപ്പിക്കുവാൻ നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിന് കഴിയുമെന്നാണ് എനിക്ക് പറയുവാൻ കഴിയുന്നത്. എന്റെ ജീവിതത്തിനകത്തെ സാമ്പത്തികമായ മണ്ഡലങ്ങൾ, ക്ലേശങ്ങൾ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള അനുഭവങ്ങൾ ഏറ്റവും ഭാരമായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഏറ്റവും ഭാരമായിട്ട് തോന്നിയ ഡയാലിസിസ് ചെയ്യുന്ന സമയങ്ങളിലാണ്. അന്ന് ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യണം, സഹായിപ്പാൻ ആരുമില്ല. ഉണ്ടായിരുന്നവർ കുറച്ചു നാളെ സഹായിച്ചു, എല്ലാവരും മാറിപ്പോയി. ഒരുപാട് കാലം രോഗിയായി കഴിഞ്ഞാൽ പിന്നെ കൂടെ നിന്ന് സഹായിക്കാൻ കുറച്ചു പേരൊക്കെ കാണുകയുള്ളൂ. അതൊക്കെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. പക്ഷേ ദൈവം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അതിനൊരു മറുപടി തന്നു, ഒരു മാറ്റം തന്നു. ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് അസുഖമായ സമയത്ത് ചികിത്സിക്കാൻ പണമില്ലാതെ പലരുടെ മുമ്പാകെ ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. പലരും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന വസ്തുവകകൾ പലതും വിറ്റ് നഷ്ടപ്പെടുത്തുവാൻ ഇടയായിട്ട് തന്നു. പക്ഷെ കർത്താവ് ഇന്ന് നടത്തുന്ന വിധങ്ങളെ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ഇന്നും അതേ കർത്താവാണ് ഞങ്ങളെ നടത്തുന്നത്. ഞങ്ങൾ അവസ്ഥകളെ അറിഞ്ഞ്, ആവശ്യങ്ങളെ അറിഞ്ഞ് ദൈവം നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഞാൻ ഈ നിമിഷം പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നഷ്ടപ്പെട്ടതിനെ മടക്കി വരുത്തുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നമുക്കുണ്ട്. ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്ക്. ഒരു കാലഘട്ടത്തിൽ ഡയാലിസിസ് ചെയ്തിട്ട് എഴുന്നേൽക്കാൻ പറ്റാതെ എന്റെ കിടക്കയിൽ ഞാൻ കിടക്കുമ്പോൾ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് ഒരു ഭാഗത്ത് ഒരു ചിന്ത ഇങ്ങനെയാണ്, കർത്താവേ എനിക്ക് വേഗത്തിൽ ഒരു മരണത്തിന് നൽകണമേ. കാരണം വേറൊന്നുമല്ല, ഞാൻ അനുഭവിക്കുന്ന വേദന, ഞാൻ കാരണം എന്റെ കുടുംബത്തിലെ എന്റെ മാതാവ്, എന്റെ പിതാവ് അനുഭവിക്കുന്ന വേദന ഞാൻ ആലോചിക്കുമ്പോൾ, അവിടെ വേദനകൾ കാണുമ്പോൾ രാത്രിയെന്നില്ല പകലെന്നില്ലാതെ എപ്പോഴും അസുഖം വന്നാൽ ആശുപത്രിയിൽ എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥകൾ, രാത്രിയിൽ ഉറക്കമില്ലാത്ത അവസ്ഥകൾ, എഴുന്നേറ്റ് നടക്കുന്ന അവസ്ഥകളൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഒരു മരണത്തിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ദൈവാത്മാവ് എന്നെ മടക്കി വരുത്തിയിട്ട് അനേകരുടെ ആശ്വാസത്തിന് വേണ്ടി എന്റെ വാക്കുകൾ, എന്റെ ശരീരം, എന്റെ പ്രവൃത്തികൾ കാരണമായി തീരുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റി, നഷ്ടപ്പെട്ടതിനെ മടക്കി തരുവാൻ എന്റെ കർത്താവിന് കഴിയും. ഇന്ന് അനേകർക്ക് ആശ്വാസമായപ്പോൾ എന്റെ ഹൃദയത്തിനകത്തൊരു ചിന്തയുണ്ട്, അയ്യോ എന്റെ കഷ്ടതയിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയ ചില വാക്കുകളാണല്ലോ അത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഭാരത്തിലൂടെ കടന്നു പോകുമെങ്കിൽ, രോഗം എന്നെ നശിപ്പിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്ക്, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടക്കി വരുത്തുക. നഷ്ടപ്പെട്ട സമാധാനത്തെ, നഷ്ടപ്പെട്ട ദൈവിക ബന്ധത്തെ മടക്കി തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഒരിക്കലും മറന്നു കളയരുത്. എന്റെ ആരോഗ്യത്തെ ദൈവം മടക്കി വരുത്തി. സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യത്തെ, ദൈവം ചെയ്ത ഉപകാരത്തെ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരികയില്ല. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ചില സംഭവങ്ങൾ നടന്നത് ഞങ്ങളുടെ സ്വപ്നത്തിൽ
പോലും കാണാൻ കഴിയാത്ത ചില കാര്യങ്ങളാണ്. കയറിക്കിടക്കാൻ ഒരു ഭവനമില്ലാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ കർത്താവ് അതിനൊരു പരിഹാരം വരുത്തി തന്നു. മനോഹരമായ ഒരു കുഞ്ഞു ഭവനം ഞങ്ങൾക്ക് നൽകി. എന്റെ ഭാവിയെ സംബന്ധിച്ചുള്ള ബന്ധങ്ങൾ പലരും പലരുടെ വാക്കുകളിൽ നിന്ന് പലരുടെ ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ ജീവിതത്തിനകത്ത് ഒരു ഭാവി ഉണ്ടാകത്തില്ല. പക്ഷേ കർത്താവ് അതിന്റെ സമയമായപ്പോൾ കൃത്യമായി ദൈവം ഒരുക്കിയ ഒരു നല്ല ഒരു തുണയെ കർത്താവ് എനിക്ക് നൽകുവാൻ ഇടയായി തീർന്നു. ഈ നാളുകളിൽ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ ഞാൻ എടുത്തു പറഞ്ഞതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ, ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ചില പ്രതിസന്ധികൾ വച്ചു എന്ന് വരിച്ചിട്ട്, ചില ഭാരങ്ങൾ കടത്തി വിട്ടു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ലൗകികമായി നമ്മുടെ ജീവിതത്തിൽ അസമാധാനത്തിലൂടെ, ജീവിതത്തിനകത്ത് സന്തോഷമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നുപോയി എന്ന് ചിന്തിച്ചിട്ട് ഒരിക്കലും പറയരുത് എനിക്കിതിൽ നിന്ന് ഒരു മോചനമില്ല. പക്ഷെ കർത്താവ് നിങ്ങളെ മാനിക്കുവാൻ ഇടയായി തീരും. ആത്മീക സ്ഥിതി ശോഷിച്ചു പോയ ഇടങ്ങളുണ്ട്, സുവിശേഷ വേല വേണ്ട എന്ന് ചിന്തിച്ച സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അതിന്റെ നടുവിലും കർത്താവിനെ നിർത്തിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയും. ഇന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും, സ്തോത്രം, എനിക്കിത് എന്റെ ഊഹം ശരിയാണെങ്കിൽ, സ്തോത്രം, കഴിഞ്ഞ 25-ാം തീയതി, മെയ് മാസം 25-ാം തീയതി എന്റെ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി കഴിഞ്ഞിട്ട് 12 വർഷം തികയുവാൻ ഇടയായി തീർന്നു. എന്താ ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ കാരണം, ചിലപ്പോഴൊക്കെ ഞാൻ എന്റെ സർജറി കഴിഞ്ഞിട്ടാണ് എനിക്ക് സുഖം കിട്ടിയതെന്ന് പറയുമ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് ചിലപ്പോഴെങ്കിലും ചില ചിന്തകൾ ഇങ്ങനെ വരാറുണ്ട്. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതിനകത്ത് എവിടെയാണ് ദൈവത്തിന്റെ റോള് എന്ന്. പക്ഷെ എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, എത്ര വലിയ സർജറി ചെയ്താലും, എത്ര ചെറിയ സർജറി ആണെങ്കിലും, ദൈവത്തിന്റെ കരമില്ല എങ്കിൽ നമുക്ക് അതിൽ നിന്ന് വിടുതലോടെ പുറത്തു വരാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത്. എന്നോടൊപ്പം സർജറി കഴിഞ്ഞ പലരും ഇന്ന് ഈ ഭൂമിയിലില്ല. പലരും വീണ്ടും ഡയാലിസിസ് ചെയ്യുമ്പോൾ കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരത്തെ ഓർത്ത് ഞാൻ ഈ സമയത്തും നന്ദി കരയറ്റുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്തെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഒന്നും നിങ്ങളെ തകർത്ത് കളയത്തില്ല. ദൈവത്തിന്റെ ദാനത്തെ അനുഭവിക്കാൻ കഴിവുള്ള സ്തോത്രം ഒരു നല്ല പാത്രമാണ് നമ്മൾ ഓരോരുത്തരും. അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കുക മാത്രം ചെയ്താൽ മതി എന്നതാണ് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയുവാനുള്ളത്. ഒരു എളിയ സഹോദരൻ എന്ന നിലയിൽ പലപ്പോഴും നമ്മുടെ അവിശ്വാസം, നമ്മുടെ ദൈവത്തോടുള്ള ബന്ധം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. പക്ഷേ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, അല്പനേരത്തേക്ക് ഞാൻ നിന്നെ താഴ്ത്തിയെങ്കിലും വിഷമിക്കേണ്ട, ഞാൻ നിന്നെ ജീവനോടെ മടക്കി കൊണ്ടുവരും. കർത്താവിന്റെ സാന്നിധ്യം, വെളിപ്പാടുകൾ, ദൈവത്തിന്റെ ആ ജ്ഞാനമായ പ്രവൃത്തികൾ, അദ്ദേഹത്തിന്റെ വാക്കുകൾ വചനത്തിലൂടെ വായിച്ചെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് വിജയം വരും, നമ്മുടെ ജീവിതത്തിനകത്ത് ആശ്വാസം വരും. ഞാൻ പറഞ്ഞ കാര്യം ആവർത്തിക്കട്ടെ, എന്താണ് ഹോപ്പ് ഗിവേഴ്സ് മിഷന്റെ പ്രവർത്തനങ്ങൾ? ഞാൻ ഇതിനകത്ത് ചേർന്ന് വന്നത് എന്റെ ജീവിതത്തിനകത്ത് വലിയൊരു ആശയയുടെ ഒരു പൂർത്തീകരണമായിരുന്നു. ഞാൻ ഈ കഷ്ടതയിലൂടെ കടന്നു പോയപ്പോഴും പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്നെ സഹായിക്കുമെന്ന് കരുതിയ ആരും തിരിഞ്ഞു നോക്കാതെ പോയപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പലരും സഹായഹസ്തങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്റെ ഹൃദയത്തിൽ തോന്നിയ ഒരു ചിന്തയാണ്, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പക്ഷേ ദൈവമായിട്ട് എന്നെ ഗൈഡ് ഇപ്രകാരം ഒരു ശുശ്രൂഷയിലേക്ക് അനേക അനുഭവങ്ങളിലൂടെ, അനേകരുടെ കണ്ണുനീരിനെ ഒപ്പുവാൻ തക്കവണ്ണം, അനേകരുടെ ഭാരങ്ങൾ തുടച്ചു മാറ്റുവാൻ തക്കണം എന്റെ ജീവിതത്തെ കർത്താവ് ഈ ശുശ്രൂഷയിലൂടെ ഒരുക്കിയെടുക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ഇന്ന് ആ വായിച്ച വാക്യത്തിന്റെ സ്തോത്രം ഒരു ആത്മീകമായിട്ടുള്ള അർത്ഥത്തിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഞാൻ തേടിപ്പോയില്ല, അത് പറയാൻ സമയമില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ ഈ ഹോപ്പ് ഗിവേഴ്സ് മിഷനുമായിട്ട് ഞാൻ അത് കണക്ട് ചെയ്യുമ്പോൾ എന്റെ ജീവിതത്തിനകത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു 3 കാര്യമുണ്ട്. ആത്മീകമായിട്ട് പിന്മാറ്റത്തിലേക്ക് പോയവരെ മടക്കി വരുത്തുവാൻ ഹോപ്പ് ഗിവേഴ്സ് മിഷന് കഴിഞ്ഞിട്ടുണ്ട്. അനേക സുവിശേഷ യോഗങ്ങൾ, പരസ്യ യോഗങ്ങളൊക്കെ സ്തോത്രം അടിയന് സാക്ഷിയാകുമ്പോൾ അനേക അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ, അനേകരുടെ വായിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ, പ്രാർത്ഥനയുടെ മറുപടി ലഭിച്ച സാക്ഷ്യവാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പുറകോട്ട് പോയ, പാപത്തിലേക്ക് പോയ, ദൈവത്തെ അറിഞ്ഞിട്ട് പിന്മാറിപ്പോയ, ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം അനേകർക്ക് ഒരു ആശ്വാസമായ ഒരു വഴികാട്ടിയായി ഹോപ്പ് ഗിവേഴ്സ് മിഷൻ ചേർന്നിട്ടുണ്ട്. മാത്രമല്ല, സമാധാനം എങ്ങനെ സമാധാനം നഷ്ടപ്പെട്ട, രോഗത്തിൽ, കടഭാരത്തിൽ, ഭാരത്തിൽ, ബന്ധുക്കൾ, ചാച്ചക്കാർ നഷ്ടപ്പെട്ടിട്ട് വിധവയായി പോയവർ, സഹായിപ്പാൻ ആരുമില്ലാതെ ഏകാന്തതയിലേക്ക് മാറ്റപ്പെട്ടവർ, അനേകരെ ദൈവ സാന്നിധ്യത്തിലേക്ക് ചേർക്കുവാൻ, ദൈവിക സമാധാനം കൊടുക്കുക, നിത്യതയുടെ സന്തോഷത്തെ കാട്ടിക്കൊടുക്കുവാൻ ഹോപ്പ് ഗിവേഴ്സ് മിഷന് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമായ കാര്യമാണ്. ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞ ആ 3 ചിന്തകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. യഹൂദയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് യഹൂദ? യഹൂദ എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ സ്തുതി, ദൈവത്തെ ആരാധിക്കുവാനായി, ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ദൈവത്തെ മടക്കി വരുത്തുവാൻ അനേക കൊമ്പിന്റെ ശക്തികളിൽ നിന്ന്, സാമ്രാജ്യമായ ഇരുട്ടിന്റെ ശക്തികളിൽ നിന്ന്, അനേക ജാതീയ ശക്തികളിൽ നിന്ന് അനേകരെ ദൈവത്തിങ്കിലേക്ക് വിളിച്ചടിപ്പിക്കുവാനായിട്ട് ഹോപ്പ് ഗിവേഴ്സ് മിഷന് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്താണ് ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം? ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ ജനം.
അനേകരെ ദൈവം ആര് എന്ന് അറിയാൻ കഴിയാതെ അറിഞ്ഞിട്ട് പിന്മാറിപ്പോയ അനേകരെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ചേർത്ത് നിർത്തുവാന്, ഇസ്രായേൽ എന്ന പദവി നേടിക്കൊടുക്കുവാനായിട്ട് ഹോപ്പ് ഗിവേഴ്സൺ മിഷന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അവസാനമായി പറഞ്ഞു, യെരുശലേം ദ സിറ്റി ഓഫ് പീസ്, സമാധാനത്തിന്റെ നഗരത്തെ നശിപ്പിക്കുവാൻ, ദൈവത്തിന്റെ ജനത്തെ, ദൈവത്തെ അറിയാത്തവരെ, ലോകത്തിന്റെ സമാധാനത്തെ, സഭയുടെ, നമ്മുടെ സമൂഹത്തിന്റെ സമാധാനത്തെ അനീതി വിതച്ചിട്ട്, നാശം വിതച്ചിട്ട്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കി അനേകരെ തീർത്ത്, കുടുംബത്തിനകത്ത്, വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് സമാധാനത്തെ എടുത്തു കളയാൻ പലവിധമായിട്ടുള്ള ഇരുട്ടിന്റെ കൊമ്പുകൾ ശ്രമിച്ചപ്പോൾ അതിന്റെ നടുവിൽ ഒരു കൈത്താങ്ങലായി ഹോപ്പ് ഗിവേഴ്സ് മിഷന് മാറുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് ഒരു സാക്ഷിയാണ് ഞാൻ. എന്റെ ജീവിതത്തിനകത്ത് ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ, ഭാരങ്ങൾ, കൊമ്പുകൾ ഉയർന്നു വന്നപ്പോൾ എന്റെ ജീവിതത്തിനകത്ത് ധൈര്യം പകർന്നു തന്ന ഒരു ദൈവത്തിന്റെ ദർശനമാണ് ഈ ദർശനം എന്ന് പറയുന്നത്. അവസാന വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളെ ആരാണോ പേടിപ്പിക്കാൻ വന്നത്, ആരാണോ ചിതറിച്ച് കളയുമെന്ന് പറഞ്ഞത്, അതേ കൊമ്പുകളെ നശിപ്പിക്കുവാൻ ദൈവം കൊല്ലന്മാരെ വരുത്തി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്ന വേദനകൾ, ഇപ്പോൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ ഒന്നും ഒരു ഭാരമായിട്ട് കരുതണ്ട. അതിന് പരിഹാരമായി ദൈവത്തിന്റെ ആത്മാവ് ചില കൊല്ലന്മാരെയും ഒരുക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല. നിങ്ങൾക്ക് ചരിത്രം പഠിച്ചാൽ അറിയാമായിരിക്കും, ആദ്യത്തെ സ്തോത്ര ലോക സാമ്രാജ്യങ്ങളിൽ ഏറ്റവും മേത്തരമായി അറിയപ്പെട്ട ഒരു ലോക സാമ്രാജ്യമാണ് ബാബിലോൺ സാമ്രാജ്യം. ബാബിലോൺ സാമ്രാജ്യം നഷ്ടപ്പെട്ടു. എങ്ങനെയാണ്? മേത്യ പാർശ്യ അല്ലെങ്കിൽ മെഡോപേർഷ്യ ആ സാമ്രാജ്യം ഉയർന്നു വന്നപ്പോൾ ബാബിലോണിനെ അവർ കീഴ്പ്പെടുത്തുവാൻ ഇടയായി തീർന്നു. കുറെ കാലം കഴിഞ്ഞു മേത്യ പേർഷ്യയെ കീഴ്പ്പെടുത്തുവാൻ ഗ്രീസ് അല്ലെങ്കിൽ ഗ്രീക്ക് എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം ഉയർന്നു വരുവാൻ ഇടയായി തീർന്നു. അതിനുശേഷമാണ് ഗ്രീക്കിനെ നഷ്ടപ്പെടുത്തുവാൻ, നമുക്ക് ഇന്നും അറിയാം, നമ്മൾ പഠിക്കുന്നത് പോലെ ഇനിയും ഒരു രാജ്യത്വമുണ്ട്, ആ രാജ്യത്തെ നഷ്ടപ്പെടുത്തുവാൻ റോമ സാമ്രാജ്യത്തിന് കഴിഞ്ഞതുപോലെ അതിനെ നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം, അതായത് സാമ്രാജ്യങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല, ഇനി വരുന്ന ഒരു സാമ്രാജ്യമുണ്ട്, അത് റോമ സാമ്രാജ്യത്തെ നശിപ്പിക്കുമെന്നാണ് നമ്മുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താ ഇതിന്റെ അർത്ഥം? എത്രമാത്രം നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ഉയർന്നു വന്ന സാമ്രാജ്യങ്ങളും അത് നശിക്കപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ അതിനെ നശിപ്പിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് വേണ്ടി വിടുതലായിട്ട് ഇറങ്ങി വരും. പ്രതിസന്ധികൾ ഏതുമായിക്കൊള്ളട്ടെ, കൊമ്പുകൾ ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങളെ നശിപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ഏത് വിധമായിട്ടുള്ള ക്ഷാമമാകട്ടെ, യുദ്ധമാകട്ടെ, പോർവിളിയാകട്ടെ, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ അതിന്റെ 8-ാമത്തെ വാക്യത്തിനകത്ത് 4 കാര്യം നമുക്ക് കാണാൻ കഴിയും. ക്ഷാമം കാണാൻ കഴിയും, യുദ്ധത്തെ കുറിച്ച് കാണാൻ കഴിയും, ഒരു ദുഷ്ടമൃഗത്തെ കുറിച്ച് കാണാൻ കഴിയും, മാത്രമല്ല അവിടെ ഒരു മഹാമാരിയെ കുറിച്ച് കാണാൻ കഴിയും. കഴിഞ്ഞ നാളുകൾ മഹാമാരികൾ ഒത്തിരി നമ്മൾ കണ്ടതാണ്, കൊറോണ പോലുള്ള വൈറസുകൾ ഒത്തിരി കണ്ടതാണ്. പക്ഷേ ജീവിതത്തിന്റെ അർത്ഥത്തിൽ, ദൈവവുമായി ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കൊമ്പുകൾക്കും, ഒരു മഹാമാരികൾക്കും, ഒരു പ്രതിസന്ധികൾക്കും നമ്മളെ തകർക്കുവാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇത്രയും ആരോഗ്യത്തോടെ ഓടി നടന്ന് കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ എനിക്ക് നന്ദിയല്ലാതെ വേറെ ഒന്നുമില്ല. എന്റെ ജീവിതത്തിനകത്ത് ഭാരങ്ങൾ, പ്രയാസങ്ങൾ വന്നില്ല എന്നല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നില്ല എന്നല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ വന്നില്ല എന്നല്ല, വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയ അവസ്ഥകൾ വന്നില്ല എന്നല്ല, പക്ഷേ അതിന്റെ നടുവിൽ നിന്ന് കർത്താവ് എന്നെ മടക്കി വരുത്തി. ചെറുതായിട്ടെങ്കിലും ഒരു വേദ പഠനശാലയിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുവാൻ കർത്താവ് എന്നെ കൃപ ചെയ്യുന്നു. ചെറുതായിട്ടാണെങ്കിലും ഒരു കുഞ്ഞു സഭയാണെങ്കിലും സഭയിൽ ലീഡ് ചെയ്യുവാൻ കർത്താവ് എന്നെ കൃപ ചെയ്യുന്നു. ഇതുപോലുള്ള മേത്തരമായിട്ടുള്ള മഹത്തരമായ ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവ് എന്നെ സഹായിക്കുന്നു. അതിനെയൊക്കെ ഓർക്കുമ്പോൾ ഞാൻ എന്തുള്ളൂ എന്ന് ചോദിക്കാനല്ലാതെ, എനിക്ക് കർത്താവിന്റെ മുമ്പാകെ നന്ദിയോടെ ദൈവത്തിന് നന്ദി കരേറ്റുവാനല്ലാതെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ആരോഗ്യം നഷ്ടപ്പെട്ടു, എന്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു, ആത്മീക ജീവിതം ശോഷിച്ചു പോയി, സാമ്പത്തികമായ മേഖല ശോഷിച്ചു പോയി. പക്ഷെ എല്ലാ മണ്ഡലങ്ങളിലും കർത്താവ് എന്നോട് പറഞ്ഞൊരു ദൂതുണ്ട്, നശിപ്പിക്കുവാൻ വേണ്ടി കൊമ്പിന്റെ ശക്തി ഉയർന്നു വന്ന അതിനെ നശിപ്പിക്കുന്ന കൊല്ലന്മാരുടെ ശക്തിയെയും കർത്താവ് കരുതിയിട്ടുണ്ട്. ഒറ്റ സന്ദേശം മാത്രം, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന താഴ്വരകൾ, മരണ താഴ്വരകൾ, വേദനകൾ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, ഭാരങ്ങൾ, കടപറ, ആരെന്നെ സഹായിക്കുമെന്നുള്ള ചിന്തയിൽ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങൾ ദൂത് പറയാൻ നിങ്ങളെ സഹായിക്കുവാൻ ദൈവത്തിന്റെ കരം ഇറങ്ങി വരും. അനേകരുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് വിടുതലായി തീരും. എന്റെ ജീവിതത്തിനകത്ത് കൈത്താങ്ങലേകിയ അനേകരെന്നെ കേൾക്കുന്നുണ്ട് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങൾ ഉപയോഗിച്ചതിനെ ഓർത്ത്, അടിയന്റെ ജീവിതത്തെ കൈത്താങ്ങിയതിനെ ഓർത്ത്, ദൈവം ഒരുക്കിയ കരുതലുകളെ ഓർത്ത് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് പറയാം, കർത്താവെ എന്നെ ഒന്ന് വിടിവിക്കണം. സെക്കൻഡിയ പ്രവാചകന്റെ പുസ്തകത്തിൽ താൻ കണ്ട ദർശനങ്ങളിൽ പലതിലും ദൈവിക സന്ദേശങ്ങളുണ്ട്. അതിൽ ദൈവത്തിന്റെ ആത്മാവ് ജനത്തെ മടക്കി വരുത്തിയ സന്ദേശങ്ങളുണ്ട്. ഇതിനകത്ത് ഒരു ബലം പകരുന്ന ഒരു ശക്തിയുണ്ട്. നിങ്ങൾ പിന്മാറ്റത്തിലേക്ക് പോകണ്ട, പിറകിലേക്ക് പോകണ്ട. ഏത് പ്രശ്നത്തിന്റെ നടുവിലും നിങ്ങളെ ശക്തീകരിക്കുന്ന മഹത്തരമായ ഒരു ശക്തിയുണ്ട്, ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യത്തിൽ ആശ്രയിച്ചാൽ നിത്യത വരെയും നിങ്ങളെ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ഒരു നല്ല ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു
പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ സന്ദേശത്തിന് അനുഭവത്തോടുള്ള ഈ ചെറിയ സന്ദേശം എന്റെ വാക്കുകളിൽ ചുരുക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവസരം ഒരുക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. അതിനു വേണ്ടി തുറന്നും പ്രാർത്ഥിക്കുക എന്നുള്ള അപേക്ഷയോടുകൂടെ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.